നമ്മുടെ രാജ്യത്ത്, വിശിഷ്യ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റിൽ നടന്ന 2 വാർത്തകൾ. ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന 2 യുവാക്കൾ, വിൻഡോ സൈഡിലിരിക്കുന്ന 22 വയസ്സുള്ള യുവാവ് വിൻഡോ ഒന്ന് തുറന്നപ്പോൾ, മഴയായിരുന്നു പുറത്ത്, ജസ്റ്റ് ഒന്ന് തുറന്ന സമയത്ത് അതിൻ്റെ പേരിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാൾ, യുവാവ് തന്നെയാണ്, വാക്കേറ്റമുണ്ടാവുകയും അതൊരു കത്തിക്കുത്തിൽ അവസാനിക്കുകയും 22 വയസ്സുകാരനായ ചുറുചുറുക്കുള്ളൊരു യുവാവ് ഇന്നലെ കൊല്ലപ്പെടുകയും ചെയ്തു. ചെറിയ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ. അതുപോലെ കോടിക്കണക്കിന് രൂപ വിവാഹത്തിൻ്റെ മുന്നോടിയായി തന്നെ ചെലവഴിച്ച് 12 കോടിയോളം അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച്, അതിനേക്കാൾ എത്രയോ ഇരട്ടി കോടിക്കണക്കിന് രൂപ വാടക കൊടുത്ത് കൊട്ടാര സമാനമായ ഒരു വീട് ബുക്ക് ചെയ്ത് വിവാഹത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നു കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിശോധ വരനെ ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ട് തൻ്റെ കാമുകന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു യുവതിയുടെ വാർത്ത ഇന്നലെ നമ്മൾ വായിച്ചു. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്, അന്വേഷണത്തിലാണ്. ഇങ്ങനെ ഒട്ടനവധി വാർത്തകൾ നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായ യുവാക്കളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങും അപജയത്തിൻ്റെ വാർത്തകൾ. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഖുത്ബ കേൾക്കുന്ന യുവത്വത്തിലുള്ള ആളുകൾ, യുവതികളായ ആളുകൾ പ്രത്യേകം എൻ്റെ ഖുത്ബ ശ്രദ്ധിക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഉണർത്തുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പലരും പഠിക്കുന്നത്. ഉന്നതമായ നിലയിൽ വർത്തിക്കുന്നവരാണ് നമ്മളിൽ പല യുവാക്കളും. പക്ഷെ ഇത്തരത്തിലുള്ള കേസുകളിൽ അകപ്പെടുന്നതിൽ അവരുടെ വിദ്യാഭ്യാസം അവർക്ക് തടസ്സമല്ല. അവരുടെ ഉന്നതമായ ബിരുദങ്ങൾ അവർക്ക് തടസ്സമാകുന്നില്ല. ഇത്തരത്തിലുള്ള കേസുകളിൽ ലഹരിയാകട്ടെ, കൊലപാതകങ്ങളാകട്ടെ, അതിൻ്റെ ലഹരിയുടെ കച്ചവടക്കാരാകട്ടെ, അവിഹിതങ്ങളാകട്ടെ, മറ്റു തിന്മകളാകട്ടെ, ഇതിലധികം കേൾക്കുന്നത് ഈ ഉമ്മത്തിലെ ആളുകളുടെ പേരുകളാണ് എന്ന് ഓർക്കുമ്പോൾ സങ്കടം അധികരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ചോദിക്കാൻ കഴിയുന്നൊരു ചോദ്യം ഇത് മാത്രമാണ്: യുവസമൂഹം സത്യത്തിൽ ഇങ്ങനെ സഞ്ചരിക്കേണ്ടവരാണോ എന്നുള്ളത്. ഒരിക്കൽ മൈമുൻ ബിൻ മിഹ്റാൻ എന്ന് പറയുന്ന താബിഈ ചുറ്റുമുള്ളവരോടായി ഉണർത്തിയ കാര്യം പ്രസിദ്ധനായ പണ്ഡിതൻ അബൂ മലീഹ് റഹിമഹുല്ല പറയുന്നുണ്ട്. യാ മഅ്ശർ ശബാബ്, യുവാക്കളെയായിരുന്നു പ്രത്യേക അഭിസംബോധന ചെയ്തത്. അല്ലയോ യുവാക്കളെ, ഖുവ്വതുകും ഇജഅലുഹാ ഫീ ശബാബികും വനശാതകും ഫീ ത്വഅത്തില്ലാ. യുവസമൂഹമേ, നിങ്ങളുടെ യുവത്വവും ഉന്മേഷവും ശക്തിയുമെല്ലാം അള്ളാഹുവിൻ്റെ വേണ്ട അനുസരണയിൽ നിങ്ങൾ ചെലവഴിക്കുക എന്നുള്ള പ്രസിദ്ധമായ ഒരു ഉപദേശം എൻ്റെ പ്രായത്തിലുള്ള യുവാക്കൾക്കൊക്കെ ബാധകമാണ്. മുൻഗാമികളായിരുന്ന ആളുകൾ
പ്രാധാന്യപൂർവം യുവാക്കളുടെ സമുദ്ധരണത്തിൽ ഏറെ ശ്രദ്ധ പാലിച്ചിരുന്നു. അവരെ എല്ലാവിധ ചൂഷണങ്ങളിൽ നിന്നും മുക്തരാക്കാൻ വേണ്ടി എന്തെല്ലാം തർബിയത്തും തസ്കിയത്തും കൊടുക്കേണ്ടതുണ്ടോ, അതിനുവേണ്ട എന്തെല്ലാം ക്യാമ്പയിനുകൾ വേണോ, അതെല്ലാം സംഘടിപ്പിക്കുന്നതിൽ എക്കാലഘട്ടത്തിലും നമ്മുടെ സലഫുകൾ ജാഗ്രത പാലിച്ചിരുന്നു. ഇന്ന് നമുക്കറിയാം, ദൈവനിരാസത്തിലേക്ക് പോകുന്ന യുവതി യുവാക്കളുടെ എണ്ണം കൂടുകയാണ്. പരലോകം അങ്ങനെ ഒരു ലോകമോ, ജനങ്ങളെയെല്ലാം ഇട്ട് കത്തിക്കുന്ന നരകമോ എന്നാണ് മുസ്ലിം മദ്രസയിൽ പഠിച്ച +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി ചോദിച്ചത്. ഉമ്മയും ഉപ്പയും നല്ല ദീനുള്ളവരാണ്. അപ്പൊ ഇത് നാളെ നമ്മുടെ വീടകങ്ങളിൽ നിന്നും കേൾക്കാനുള്ള ദൂരം അനധിവിദൂരമല്ല. ഇതിനെല്ലാം അപ്പുറത്ത് ലഹരി വലിയൊരു മാറാവ്യാധിയായി നമ്മുടെ സമൂഹത്തിലെ യുവാക്കളെ, യുവതികളെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. ഇന്നലെ അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് കരയുകയായിരുന്നു നോമ്പ് തുറന്നതിന് ശേഷം. അവൻ കാരണം ലഹരിയിൽ എത്തിപ്പെട്ട ഒരു യുവാവിനെ ഞാൻ അവിടെ വെച്ച് കണ്ടു എന്നാ പറഞ്ഞു. അവൻ കാരണം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. ഇന്നവന് കൈകളിലെ ഞരമ്പുകളിൽ സിറിഞ്ച് കുത്തിവെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവന്റെ വൃഷ്ണത്തിന്റെ താഴെയുള്ള ഞരമ്പുകളിലാണ് അവനതിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതവന് കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് അവൻ കാണിക്കുന്ന ഭ്രാന്തൻ അവസ്ഥ, ഡിപ്രഷൻ, അത് സഹിക്കവയ്യ. ഈ യുവാവ് എന്നോട് കരഞ്ഞു പറയുന്നത്, ഞാൻ ലഹരി കച്ചവടം നടത്തിയിരുന്ന സമയത്ത് ഞാൻ കാരണം അതിലെത്തിപ്പെട്ടവനാണ് അവൻ. അതെ, ഞാൻ മരിച്ചു പോയാലോ എന്ന് വരെ ചിന്തിച്ചു പോകുന്നു എന്നാണ്. ഇത് നമ്മുടെ നാടുകളിൽ എല്ലായിടത്തുമുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാത്ത മക്കളില്ല, ഇതിനെക്കുറിച്ച് അറിയാത്ത യുവസമൂഹമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ആ യുവത്വത്തിന്റെ പ്രായത്തിലുള്ള കൈക്കരുത്തും നിശ്ചയദാർഢ്യവും പരലോകത്തേക്ക് ഉപകരിക്കുന്ന രൂപത്തിലേക്ക് യുവാക്കളെ കൊണ്ടുവരേണ്ട ബാധ്യത ഈ ഇരിക്കുന്ന തലമുതിർന്നവർക്കുണ്ട്, ഇസ്ലാമിക സ്ഥാപനങ്ങൾക്കുണ്ട്, പള്ളി മെമ്പറുകൾക്കുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ നന്മയെ ആഗ്രഹിക്കുന്നവർക്കുണ്ട്. പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ സുഫിയാൻ സൗരി റഹിമഹുല്ലാ, നമ്മൾ എത്രയോ തവണ ഈ മിമ്പറിൽ നിന്ന് കേൾപ്പിച്ച പേരാണത്. അദ്ദേഹത്തിന്റെ ഒരു വാക്കിങ്ങനെയാണ്. അദ്ദേഹം ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് യുവാക്കളെ മാത്രം പള്ളിയിൽ ഒന്നിരിക്കാൻ പറയാണ്. യുവാക്കളെ, നിങ്ങൾ കുറച്ച് സമയം ഒന്നിരിക്കണം എന്ന് പറഞ്ഞു. 300-ലധികം സ്വഹാബികളെ നേരിൽ കണ്ട് ദീൻ പഠിച്ച ആളാണ് സുഫിയാൻ സൗരി. താബിഈങ്ങളിൽ ഉത്തമ തലമുറയിൽ ഉന്നതനാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇദാ ലം തുസല്ലുൽ യൗമ ഫമതാ, നിങ്ങൾ ഇപ്പോഴും നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെങ്കിൽ യുവാക്കളെ, ഫമതാ, ഇനി എപ്പോഴാണ് അതിൽ നിങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുക? എത്രയോ പള്ളികൾ നമ്മുടെ പരിസരത്തുണ്ട്. ഇവിടുന്ന് പടന്നീക്ക് വണ്ടി കയറിയാൽ 10-ലധികം പള്ളികളുണ്ട് നമ്മുടെ നാട്ടിൽ. പള്ളികൾക്ക് ദാരിദ്ര്യമുണ്ടായത് കൊണ്ടല്ല ജമാഅത്തിനെത്താത്തത്. ഉത്ബോധനം നൽകുന്ന പണ്ഡിതന്മാരും ഉസ്താദന്മാരും ഇല്ലാത്തത് കൊണ്ടല്ല നമ്മുടെ സമൂഹത്തിന്. നശിക്കാൻ വേണ്ടി സ്വയം തീരുമാനമെടുത്തതുപോലെയാണ് ചിലരുടെ ജീവിതം. അവിടെയാണ് സുഫിയാൻ സൗരി ചോദിക്കുന്നത്, എപ്പോഴാണ് ഈ സമയത്ത് നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് നിങ്ങൾക്കതിന് കഴിയുക എന്നാണ്. മരണവാർത്തകളിൽ അധികം ആക്സിഡന്റ് യുവാക്കളുടെ വാർത്തകളാണ്. ചിരിച്ച് സന്തോഷിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ, നോക്കൂ നിങ്ങൾ, രണ്ട് വ്യക്തികളുമായി വാഹനത്തിൽ സഞ്ചരിച്ച ഒരു സുഹൃത്ത്. അതിലൊന്ന് തൻ്റെ ഭാര്യയാണ്, മറ്റൊന്ന് 4 വയസ്സായ തൻ്റെ മകനാണ്. അവർ ഓടിച്ചു പോകുന്ന വാഹനം, ഭർത്താവാണ് വാഹനം ഓടിക്കുന്നത്, ആക്സിഡന്റായി
കൂടെയുള്ള 2 വ്യക്തികളും തൻ്റെ ഭാര്യയും 4 വയസ്സുകാരനായ മകനും മരിച്ചു എന്ന് കേട്ടപ്പോൾ അതിൽപ്പെട്ടൊരു യുവാവ് മറമാടിയ തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും ഖബറിൻ്റെ മുകളിൽ ആ തണുത്ത ഉറഞ്ഞു നിൽക്കുന്ന മണ്ണിൻ്റെ മുകളിൽ കിടന്ന് അയാൾ വെള്ളവും ഭക്ഷണവും കഴിക്കാതെ ആരും കാണാതെ മരിച്ചുപോയ വാർത്ത നമ്മൾ വായിച്ചു. പല കോലത്തിലാണ് മരണവാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിക്കുന്ന യാഥാർത്ഥ്യങ്ങളാകുന്ന മരണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, യുവത്വത്തിന്റെ പ്രായത്തിലെത്തിയ സഹോദരിമാരോട് പറയാനുള്ളത്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിനനുസരിക്കുന്ന വിഷയത്തിൽ വീഴ്ച വരുത്താതിരിക്കാൻ ഏറ്റവും കൂടെ ശ്രദ്ധിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നാളെ പരലോകത്ത് അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ പ്രത്യേകം എണ്ണിയതാരെയാണ്? പള്ളിയുമായി മനസ്സിനെ ബന്ധിച്ച യുവാക്കളെ പ്രത്യേകം എണ്ണിയില്ലേ? എന്തുകൊണ്ടാണ് ആ യുവത്വത്തെ എടുത്തു പറയാൻ കാരണം? ആ പ്രായത്തിൽ നന്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയാൽ മറ്റു പ്രായത്തിലുള്ള ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കനമുള്ള കൂലിയാണ് അതേ നന്മക്ക് നമുക്ക് കിട്ടുന്നത്. കാരണം തിന്മയിലേക്ക് പോകാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ള സമയമാണ് ആ പ്രായം. നീ ആരടാ എന്ന് ചോദിച്ചാൽ ഇത് ഞാനാണടാ എന്ന് പറയാൻ കഴിയുന്ന പ്രായം. റബീഉ ബിൻ കുൽസൂം റഹിമഹുല്ലാഹ്, റബീഉ ബിൻ കുൽസൂം റഹിമഹുല്ലാഹ് മഹാനായ ഹസനുൽ ബസരിയോടൊപ്പമുള്ള ഒരു യാത്രാവേളയിൽ പങ്കുവെക്കുന്ന സംഗതിയെ കുറിച്ച് കാണാം. ഹസനുൽ ബസരി പറയാണ്, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവാക്കളെ, അമാ തസ്തഖൂന ഇലൽ ഹൂരിൽ ഈൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ ഹൂറുൽ ഈങ്ങളെ നിങ്ങൾക്ക് വേണ്ടേ എന്നൊരു ചോദ്യമാണ് ഹസൻ ബസരി ചോദിച്ചത്. യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം, അവരെ താല്പര്യപ്പെടുത്തുന്ന ചോദ്യം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, മുത്തുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട, അതെ, ചിപ്പികൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകളെ പോലെ, കൂടുകൾക്കുള്ളിൽ ഭദ്രമാക്കപ്പെട്ട മുട്ടകളെ പോലെ അവരുടെ ശരീരത്തിന്റെ മാംസത്തിന്റെ ഉള്ളിലുള്ള, എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ വരെ പുറത്തു കാണുമാറുള്ള ഏറ്റവും സോഫ്റ്റ്നെസ് ആയ ബോഡിയുള്ള ആ യുവതികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ സൂറത്തുർ റഹ്മാൻ, അതുപോലെ തന്നെ അമ്മയത്തസാഅലൂൻ എന്ന് പറയുന്ന സൂറത്തിന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, വകവാഇബ അത്റാബ, തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരായ തരുണികളെ കുറിച്ച് പറഞ്ഞില്ലേ? അവരെ കുറിച്ച് ചോദിക്കുകയാണ്, ഇലാ ഹൂരിൽ ഈൻ, നിങ്ങൾക്ക് അവരെ ആഗ്രഹമില്ലേ എന്ന് യുവാക്കളോട് ചോദിക്കുകയാണ്. ഈ അല്പനേരത്തെ സുഖങ്ങൾക്കും ഹറാമുകൾക്കും അപ്പുറത്ത് എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി വെച്ച ഇതിന്റെ ഏറ്റവും പീക്ക് ലെവലായ അനുഭൂതികൾ അത് നിങ്ങൾക്ക് വേണ്ടേ എന്ന് യുവാക്കളോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. സ്വർഗസ്ത്രീയുടെ തലയിൽ അവൾ അണിഞ്ഞ തട്ടം, ഷോളിനെ കുറിച്ച് ഹദീസിലുണ്ട്. അതെങ്ങാനും പ്രപഞ്ചത്തിലേക്കൊന്ന് അവൾ നീട്ടിയിട്ടാൽ ഈ പ്രപഞ്ചം മുഴുവൻ സുഗന്ധം പരക്കുമെന്നും, ഈ പ്രപഞ്ചം മുഴുവൻ സുഗന്ധം പരക്കുമെന്നും പ്രകാശം പരക്കുമെന്നും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. യുവാക്കളോട് ചോദിച്ചു, അത് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന്. ഒരിക്കലും മത്ത് പിടിക്കാത്ത മദ്യമുണ്ട് സ്വർഗത്തിൽ എന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ വഹയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു. ആ സ്വർഗത്തിലെ ഈ അനുഭൂതികൾ നിങ്ങൾ കൊതിക്കുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ്. കൊതിച്ചതെല്ലാം ഖുർആൻ പറഞ്ഞില്ലേ അല്ലേ? നിങ്ങളിലേക്ക് ചായ്ഞ്ഞു വരുന്ന പഴക്കുലകളുള്ള സ്വർഗം എന്നാ പറഞ്ഞത്. നിങ്ങളിലേക്ക് ചായ്ഞ്ഞു വരുന്ന പഴക്കുലകളുള്ള സ്വർഗം, ആ സ്വർഗത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് യുവാക്കളോട് ചോദിച്ചു. ഖുർആൻ പറഞ്ഞു, വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഊൻ, നിങ്ങളുടെ മനസ്സ് കൊതിച്ചതെന്തോ അത് ലഭിക്കുന്ന ലോകം എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തെ നമുക്ക് സമുദ്ധരിക്കാനുള്ളത്. 1400 ചില്ലാനം കൊല്ലം കഴിഞ്ഞു പരിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് ആ ഖുർആൻ ഭൗതികമായും പരലോകപരമായും ശാസ്ത്രീയപരമായും പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും തെറ്റുപിടയാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ആ പരിശുദ്ധ ഖുർആനിന്റെ സുന്ദരമായ പ്രഖ്യാപനമാണ്, മരണാനന്തരം ഒരു ജീവിതത്തിൽ ഈ ഒരവസ്ഥ നിങ്ങൾക്ക്, അത് മനുഷ്യ മനസ്സ് കൊതിക്കുന്ന ലോകാണ്. ഈ ഖുർആനും സുന്നത്തും പറഞ്ഞില്ലെങ്കിലും ഇവിടെ നീതിയുണ്ടോ?
ഇവിടെ ഒരാളെ കൊന്നവനും 100 ആളെ കൊന്നവനും കോടതിക്ക് കൊടുക്കാൻ പറ്റിയ ശിക്ഷ ഒന്ന് മാത്രമാണ്. പാവങ്ങളുടെ സമ്പത്ത് അപഹരിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ സിംഹാസനങ്ങൾ പണിത് ആളുകളെ പറ്റിച്ച് ജീവിച്ച് പിടിക്കപ്പെടാതെ മണ്ണോടടിഞ്ഞു പോകുന്ന നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പീഡിപ്പിക്കപ്പെടുന്നവർ അന്നും എന്നും പീഡിപ്പിക്കപ്പെടുന്നവരായി ജീവിക്കുന്നു. ഇവർക്കൊക്കെ നീതി കിട്ടുന്ന ലോകം വേണമെന്ന് ബുദ്ധിയുള്ള നനവുള്ള തലച്ചോറുകൾ പറയുന്നില്ലേ? ആ ലോകത്തുള്ള അവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് യുവസമൂഹത്തോടും മനുഷ്യ മക്കളോടും മുഴുവൻ ഖുർആൻ പറഞ്ഞു, വമൻ അറാദൽ ആഖിറ, നിങ്ങൾ പരലോകമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നിങ്ങൾ നാളെ വരാനിരിക്കുന്ന അവസാനിക്കാത്ത പരലോകമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, മുഅ്മിൻ എന്നുള്ള പദത്തെ നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ശിർക്ക് ചെയ്യാതെ തൗഹീദിൽ അചഞ്ചലമായി അടിയുറച്ചു നിന്ന ജീവിതം നയിച്ച് അതിനുവേണ്ട പണി നിങ്ങൾ എടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫൗലായിക കാന സഅയുഹും മഷ്കൂറ, അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾക്ക് നന്ദിയോടുകൂടി പ്രതിഫലം കൊടുക്കും ഞാനെന്ന് അള്ളാഹു പറഞ്ഞു. വാക്കുകൾ തെറ്റിക്കാത്ത റബ്ബ് നമ്മോടൊക്കെ പറഞ്ഞു. ആ സ്വർഗം മോഹിച്ച്, ആ പരലോകം മോഹിച്ച്, ആ സ്വർഗം കൊതിച്ച് ദുനിയാവിൽ സൽക്രമങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് യുവാക്കളോടും യുവതികളോടും ഞാൻ പ്രത്യേകിച്ച് അടിവരയിട്ട് പറയുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ യുവാക്കളോടുള്ള ഗുണകാംക്ഷയും ഉപദേശവും വീണ്ടും നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, യാ മഅ്ശറ ശബാബ്, 3-ാമത്തെ പ്രാവശ്യം പറയുന്നത്, യുവാക്കളെ എന്ന് പ്രത്യേകം വിളിക്കാൻ, ഇയ്യാക്കും വത്തസ്വീഫ്, നിങ്ങൾ പിന്നെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് നാളേക്ക് നീട്ടിവെക്കുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. നാളെ നന്നാകാം, നാളെ ലഹരിയിൽ നിന്ന് മടങ്ങാം, സംഗീതത്തിന്റെ ഹറാമുകളുടെ സിനിമകളുടെ അതുപോലെ തന്നെ കളിജ്വരത്തിന്റെ ആ പ്രവൃത്തികളിൽ നിന്ന് നാളെ മടങ്ങാം എന്ന് പറഞ്ഞാൽ നടക്കൂല. കളി വേണ്ട, കളി കാണണ്ട എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അതൊക്കെ ലഹരിയായി അതിനു വേണ്ടി മാത്രം ജീവിച്ച് എത്രയോ ലക്ഷങ്ങൾ അതിനു വേണ്ടി പൊട്ടിച്ച് രാവും പകലും അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഹറാമായ ബെറ്റുകൾ വെച്ച് ഹറാമായ രൂപത്തിലുള്ള വാക്കുകൾ പറഞ്ഞ് ജീവിതം നശിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഹസൻ ബസ്രി ചോദിച്ചെന്താ, നാളെയാകാം എന്ന് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. അതെല്ലാവർക്കും ബാധക. പ്രത്യേകിച്ച് യുവാക്കളോട് അദ്ദേഹം പറഞ്ഞെന്താ, ഇയ്യാക്കും വത്തസ്വീഫ്, നാളെയാകാം എന്ന് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാര്, നന്നാകണം ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അതിനെ സൂക്ഷിക്കണമെന്ന് അപ്പഴും നന്നായിക്കൊള്ളണം. ഏത് തിന്മയാണോ അപ്പൊ നിന്റെ അടുത്തുള്ളത് അതിനെ മാറ്റാൻ നിനക്ക് കഴിയും. എന്നിട്ട് അദ്ദേഹം പറയാണ്, സൗഫ അഫ്അലു സൗഫ അഫ്അലു, സാഹചര്യങ്ങളൊക്കെ നന്നാകട്ടെ, നാളെയാകട്ടെ എന്ന് പറയുന്നതിന് നിങ്ങൾ സൂക്ഷിക്കണം. യുവാക്കളോട് അദ്ദേഹം പറഞ്ഞു. ഇത് പറയാൻ നമുക്കെങ്ങനെ കഴിയും കൂട്ടരെ? ഇന്ന് ലഭിക്കുന്ന ആരോഗ്യം നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് ഹയാത്തിലുള്ള നമ്മൾ ജീവനോടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇന്ന് അള്ളാഹു നമ്മൾക്ക് നൽകിയ കുടുംബം നാളെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ? ഇന്ന് നമ്മുടെ കൈകളിൽ ഭദ്രമായ നമ്മുടെ ജോലിയും നമ്മുടെ വീടും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ കൈകളിൽ നാളെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അതുള്ള സമയത്ത് നീ തീരുമാനമെടുക്കുക, നീട്ടിവെക്കണ്ട എന്നാ പറയുന്നത്. കാരണം അത് വിഡ്ഢികളുടെ വാക്കാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതായി മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാം. അതുകൊണ്ട് നന്മക്കും തിന്മക്കും ഈ പ്രായവും ഊർജവും ഉപയോഗിക്കാനാകും. അതിലേത് വേണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ പരലോകത്ത് നമുക്ക് നീങ്ങാൻ കഴിയില്ല. ഏതിന് നിന്റെ പ്രായം നീ എന്തിന് ചെലവഴിച്ചു എന്നുള്ള പ്രത്യേകമായ ചോദ്യം. ഇവിടെയുള്ള യുവാക്കളോടും യുവതികളോടും ഞാൻ പ്രത്യേകം പറയാണ്, നമ്മളോട് പ്രത്യേക ഒരു ചോദ്യം അള്ളാഹ്ക്കുണ്ട്. ആ പ്രായത്തിൽ കഴിഞ്ഞു പോയ തലമുതിർന്ന ആളുകളില്ലേ, നിങ്ങളുടെ ആ നല്ല പ്രായം ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സഹോദരനോട് കൈപിടിച്ചിട്ട് പറയണം, ഉസ്താദേ, ഞാൻ കുറെ കാലം എൻ്റെ യുവത്വമൊക്കെ ഞാൻ ജീവിച്ചത് മുംബൈയിലാണ്. ഞാൻ അവിടെ നിന്ന് ജീവിച്ച സമയത്ത് നിസ്കാരം ഞാൻ കൃത്യമായി നിർവഹിച്ചിരുന്നില്ല. ഞാൻ നോമ്പ് റമദാനിൽ കൃത്യമായി നോറ്റിരുന്നില്ല. ഇപ്പോൾ ഞാൻ അതിന് അദ്ദേഹത്തിന് 60 വയസ്സോടടുത്ത് കഴിഞ്ഞു. ഞാൻ അന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞ നമസ്കാരങ്ങളും നോമ്പുകളും ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി സംസാരിക്കുകയാണ്. നല്ല പ്രായത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നു. ആ സങ്കടം ഇന്നത്തെ യുവത്വത്തിലൂടെ കടന്നു പോകുന്ന ഇതിലൂടെ കടന്നു പോകുന്ന യുവതി യുവാക്കൾക്ക് ഉണ്ടാകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്താണ് ആ 4 ചോദ്യം?
ലാ തസൂമു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ തുസ്അലു അൻ 40. 4 കാര്യം അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഉത്തരം പറയാതെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നാ. യുവാക്കളോട് പ്രത്യേകം പറയുകയാണ്, യുവതികളോട് പ്രത്യേകം പറയുകയാണ്. ഏതാണ് ആ 4 ചോദ്യങ്ങൾ എന്നറിയുമോ? ഒന്ന് പറഞ്ഞത് അൻ ഉംറിൻ, നിന്റെ പ്രായം, പ്രത്യേകിച്ച് യുവത്വത്തിന്റെ പ്രായം. ഫീമാ അഫ്നാ, അത് നീ എന്തിലാണ് ചെലവഴിച്ചത്? പ്രത്യേകം യുവാക്കളുടെ പ്രായത്തെ കുറിച്ച് ചോദിക്കുക. അൻ ശബാബിഹി ഫീമാ അബ്ലാ, നിന്റെ യുവത്വം എവിടെയാണ് നീ ചെലവഴിച്ചത്? പിന്നെ സമ്പത്താണ്, എവിടെന്ത് സമ്പാദിച്ചു എന്ന് ചോദിക്കും, എവിടെ ചെലവഴിച്ചു എന്ന് ചോദിക്കും. പിന്നെ പറഞ്ഞത് നീ എന്തെല്ലാമാണ് നിന്റെ ശരീരത്തെ കൊണ്ട് പ്രവർത്തിച്ചത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. ഈ 4 ചോദ്യത്തിനും ഉത്തരം കൊടുക്കാതെ നാളെ പരലോകത്ത് നമുക്ക് മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല എന്നാണ്. അതിനാൽ ഈ പ്രായം ഉപയോഗപ്പെടുത്താൻ നബി തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞു, 5 കാര്യത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഏതിന്റെ മുമ്പ്? ഖബല 5 കാര്യങ്ങൾ വരുന്നതിന്റെ മുന്നേ. ഏതാണ്? ഒന്ന്, ഹയാതക ഖബല മൗതിക, മരണം വരുന്നതിന്റെ മുമ്പ് ജീവിതമാകുന്ന ഈ മഹാവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൂടി. കാരണം ഏത് സമയത്താണ് മരണബില്ല് മുഴങ്ങുന്നത് പറയാൻ പറ്റില്ല. ഇന്ന് ജുമാ കഴിഞ്ഞ് പോകുമ്പോഴാകാം, ഇന്ന് അസർക്കത്തോ, ഒന്ന് മാരബിയാവോ, നാളെ നേരം വെളുക്കുവോ, ഇന്ന് നോമ്പുകാരുണ്ട് ഈ കൂട്ടത്തില്, ഈ നോമ്പിന് ഞാൻ പൂർത്തിയാക്കോ ഒന്നും അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും റബ്ബ് നമ്മയെല്ലാം കാക്കുമാറാകട്ടെ. മരണത്തിന്റെ മുന്നേ ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. പിന്നെ പറഞ്ഞ എന്താണെന്നറിയോ? വസിഹതിക ഖബല സഖമിക, നിന്റെ ആരോഗ്യത്തെ നീ രോഗം വരുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണം. വഫറാഅക ഖബല ശുഗ്ലിക, തിരക്കുകൾ വരുന്നതിന്റെ മുന്നേ നിന്റെ ഫ്രീ ടൈമുകൾ നീ ഉപയോഗിക്കണം. വശബാബക ഖബല ഹറമിക, വാർദ്ധക്യത്തിന്റെ അവസ്ഥകളിലേക്ക് നീ എത്തുന്നതിന്റെ മുന്നേ നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. വഇനാക ഖബല ഫഖരിക, ഇപ്പൊ വല്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വണ്ടിയിലെ, ദാരിദ്ര്യത്തെ കുറിച്ചൊന്നും വല്ലാതെ കഥ പറയാണ്ടാവില്ല, പണ്ടൊക്കെ ഉണ്ടാവും. ഇപ്പം അൽഹംദുലില്ലാ എല്ലാവരും പണ്ടത്തെ ഫറവോമാരൊക്കെ ജീവിച്ച അതേ നിലവാരത്തിലപ്പൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാം, ഇഷ്ടപ്പെട്ട രൂപത്തിൽ ട്രാവലിംഗ് നടത്താം, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാം, യാത്രകൾ പോകാം. അൽഹംദുലില്ലാ, ഈ ധന്യത അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. പക്ഷേ അത് ദാരിദ്ര്യത്തിലേക്ക് പോകും ചിലപ്പോ. അതിൽ നിന്നെന്ത് വേണം? അതിന്റെ മുന്നേ നിങ്ങളുടെ ധന്യതയെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ്. സഹോദരങ്ങളെ, 2 കാര്യങ്ങൾ മനുഷ്യരെപ്പോഴും മറന്നു പോകുന്നു എന്ന മുത്തനബി പറഞ്ഞത്. ഒന്നേതറിയോ? നിഅമതാനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, കുറെ ആളുകൾ മറന്നു പോകുന്ന 2 അനുഗ്രഹം, അസ്സിഹാ വൽ ഫറാഗ്, ആരോഗ്യവും മുഴുവൻ സമയവുമാണ്. അതുകൊണ്ട് ഉള്ള സമയം കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ, പ്രത്യേകിച്ച് യുവത്വത്തിന്റെ അതുപോലെ തന്നെ ആ പ്രസരിപ്പിന്റെ പ്രായത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. കാരണം ദുനിയാവിലെ ജീവിതം ക്ഷണികമാണ്. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? കുൽ മതാഉദ് ദുനിയ ഖലീൽ, പറയുക നബിയെ, ദുനിയാവിലെ ജീവിതം വളരെ കുറച്ചാണ്. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, എന്നെന്നും ബാക്കിയാകുന്നത്, എന്നെന്നും നിലനിൽക്കുന്നതും പരലോകത്തെ ജീവിതമാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ എത്രയോ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് യുവാക്കളെ, നമുക്ക് പ്രവാചകനെ പിൻപറ്റാം. മുത്തനബി പറഞ്ഞ ഡ്രസ് കോഡിലേക്ക് നമുക്ക് പോകാം. ലയണൽ മെസ്സിയുടെ ജേഴ്സി അണിയുന്നവരുണ്ട്, അറിയപ്പെട്ട ഫുട്ബോൾ കൊണ്ട് മാന്ത്രികം കാണിക്കുന്ന കളിക്കാരുടെ ജേഴ്സി അണിയുന്നവരുണ്ട്, അവരുടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നവരുണ്ട്, അല്ലേ? എന്നാൽ നമ്മൾ അതിനു വേണ്ടി ചെലവഴിച്ച പണം മുത്തനബി കാണിച്ചെന്ന മാതൃകക്ക് ഉപയോഗിച്ചുകൂടെ നമുക്ക്? അതെന്താ? പാവപ്പെട്ട രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി, അശരണരെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിച്ചൂടെ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്ഥാപിച്ച് നമുക്ക് ഫ്ലക്സ് സ്ഥാപിച്ചൂടെ? അല്ലേ? ഇതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് യുവസമൂഹമേ ഈ ഒരു സത്യത്തിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റാത്തത്? ഞാൻ ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പ്രായം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ്. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ, ആ പ്രായത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. യുവസമൂഹത്തോട് പ്രത്യേകം ഉണർത്താനുള്ളത്,
പല ആളുകളോടും ബാധ്യതകൾ നിർവഹിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ ജീവിതത്തിൻ്റെ ഈ ഉന്നതമായ നിലവാരത്തിലേക്കും ഈ അവസ്ഥയിലേക്ക് നമ്മളെ കൈപ്പിടിച്ചു വരുത്തിയ നമ്മുടെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇന്ന് പല ആളുകളും പരാജിതരാണ്. അവരനുസരിക്കുന്ന വിഷയത്തിൽ ഇന്ന് പല ആളുകളും വലിയ വീഴ്ചയിലാണ്. പരിശുദ്ധ ഖുർആനിന്റെ എത്ര സ്ഥലങ്ങളിലാണ് ഈ ലോകത്തെ മഹാസത്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞത് എന്താ? വഖലാ റബ്ബുക എന്ന ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ റബ്ബിന്റെ വിധി വന്നിരിക്കുന്നു എന്നാണ്. എന്താണ് വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അല്ലാഹുവെ അല്ലാതെ ആരാധിക്കരുത് എന്നും വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്നാണ്. ഈ ആയത്ത് സൂറത്ത് ഇസ്രായേൽ ആയത്താണ്. ഇതിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ പറ്റും, ഈ ലോകത്തെ മഹാസത്യം എന്ന് പറയുന്നത് അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തൊട്ടപ്പുറത്ത് പറഞ്ഞെന്താ? മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ്. ഉപ്പാന്റെയും ഉമ്മാന്റെയും വാക്ക് ധിക്കരിക്കുന്ന മക്കൾ ഗുണം പിടിക്കൂല. അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നമ്മൾ കാരണം മാതാപിതാക്കളെ കണ്ണിന്ന് ഒരു തുള്ളി വെള്ളം താഴെ കൊലിച്ചാൽ അത് നമ്മെ മുക്കി നശിപ്പിക്കാൻ മാത്രമുള്ള പവറുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ദുനിയാവിലെ എന്ത് തെറ്റെയ്താലും പരലോകത്തേക്ക് അല്ലാഹു അത് മാറ്റിയേക്കും. പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടുന്ന ഒരേ ഒരു തിന്മയായി പഠിപ്പിച്ചതാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്. വയസ്സായി കഴിഞ്ഞാൽ അവർ ഭാരമായി കാണുന്ന വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നീട്ടി പറയുന്നില്ല. ഖുർആൻ പ്രത്യേകം പറഞ്ഞെന്താ നിങ്ങള്? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ, പ്രായമെത്തിയിട്ട് അവരിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടാളുമോ നിന്റെ അടുക്കൽ ഉണ്ട് എങ്കിൽ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും പറയാം. ഈ ഛേ എന്നുള്ള വാക്കിന്റെ വിശദീകരണം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉഫ് എന്നാണ് അതിന്റെ വാക്ക്, അറബി വാക്ക്. അറബികൾ സാധാരണ അരോചകം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ വാക്കാണ് ഛേ എന്നുള്ള വാക്ക്. അതുപോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല, അതുപോലും പറയാൻ പാടില്ല. വലാ തൻഹറുഹുമാ, ഓല എന്താ പറയുക, പേടിപ്പിക്കാൻ പാടില്ലെന്നാണ്. മിരട്ടാൻ പാടില്ല, പേടിപ്പിക്കുക, വാക്കുകളിലൂടെ കണ്ണുരുട്ടി പേടിപ്പിക്കുക പാടില്ല. ഖുർആൻ പറയാ വഖുല്ലഹുമാ ഖൗലൻ കരീമാ. രക്ഷിതാക്കളറിയങ്ങള് നമ്മളെ പോലത്തെ ആളുകളോട് പറയുന്ന ഉസ്താദ് അനുസരണമില്ലാത്ത മക്കളാണ്, ഒന്ന് ഉപദേശിക്കണം. ഓൽക്ക് പോകാൻ പറ്റിയ ക്ലാസ് ഏതെങ്കിലും ഉണ്ടോ, ഒന്ന് ഉപദേശിച്ചു കൊടുക്കോ എന്ന് പറയുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ആ മക്കളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ സ്വർഗവും നരകവുമാണ് വീട്ടിലെ മാതാപിതാക്കളെന്ന് യുവാക്കളോട് പ്രത്യേകം പറയാണ്. പിന്നീട് ഇണകളോട് ബാധ്യതയുണ്ട്. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, വലിയ കരാറ് പറഞ്ഞ് നാലാളുടെ മുമ്പിൽ നിന്ന് കൈപ്പിടിച്ച് നീ ഇറക്കിക്കൊണ്ടുവന്ന ഏതോ ഒരു ഉപ്പക്കും ഉമ്മക്കും ഉണ്ടായ ഒരു പെൺകുട്ടി 10, 18, 20, 21 കൊല്ലം അല്ലേ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേരരിക്കും എന്നുള്ള രൂപത്തിൽ തന്നെ വെള്ളമൊഴിച്ച് നട്ടു വളർത്തിയ പെൺകുട്ടികളെ നിങ്ങളെ കൈകളിലേക്ക് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് അവരെ പേടിപ്പെടുത്തുന്ന, മുഖത്തടിക്കുന്ന, ചീത്ത വിളിക്കുന്ന, കണ്ണീര് കുടിപ്പിക്കുന്ന എത്രയെത്ര ഭർത്താക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പകൽമാന്യന്മാരാണ്, അവരെല്ലാ രംഗത്തും സജീവമാണ് ചില സന്ദർഭങ്ങളിലെല്ലാം. പക്ഷെ കുടുംബ ജീവിതത്തിൽ അവർ വട്ടപൂജ്യമാണ്. എപ്പോ നോക്കിയാലും ഫോണിലാണ് എൻ്റെ ഭർത്താവ്, ഒരു ഭാര്യയുടെ കംപ്ലൈന്റ് ആണ്, മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കൂല, ഞാൻ എന്താ പറയണത് ശ്രദ്ധിക്കൂല എന്ന് പറയുന്ന കുറെ ആളുകൾ. സ്നേഹം എന്നോ പടിയിറങ്ങി. നിങ്ങൾക്കറിയോ, മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട 2 യുവാക്കൾ, അറിയപ്പെട്ട എല്ലാം നാടറിയപ്പെട്ട സുന്ദരമായൊരു കല്യാണം, സമ്പന്നരായ വീട്ടിലെ യുവാക്കളാണ്. പക്ഷെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ അവർ എന്താ പറയുക, ഒരു കൗൺസിലറിനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം ഈ 2 ദമ്പതികളെ അറിയാം. അദ്ദേഹം ചോദിച്ചത്, ഇങ്ങനൊക്കെ സ്നേഹിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയി അടിപൊളി കല്യാണം നടത്തിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതാണ്? ഓല് പറഞ്ഞ വാക്കെന്താ? ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ നിന്ന് സ്നേഹം പടിയിറങ്ങി എന്നാണ്. വിവാഹ ജീവിതം എന്നുള്ളത് ഒരു ആവേശത്തിന് വേണ്ടി ചെയ്യേണ്ടതല്ല. ആലം ദുനിയാവിൽ നീ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണത്. നീ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കണം. നിന്റെ ഭാര്യയുടെ ശരീരത്തെ മാത്രമല്ല, അവരുടെ വികാരങ്ങളെ, അവരുടെ ആഗ്രഹങ്ങളെ, അവരുടെ സങ്കടങ്ങളെ മാനിക്കുന്ന ഒരേ ഒരാൾ അതിന് കഴിയ നിനക്ക് മാത്രമാണ് ഭർത്താവ് എന്നുള്ള നിലക്ക്. ഭാര്യമാരായ യുവതികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വർഗമാണ് നിങ്ങളുടെ ഭർത്താക്കന്മാർ. മുത്തുനബി പറഞ്ഞില്ലേ, മുൻ ശറഅകളിൽ, മുൻ പ്രവാചകന്മാരുടെ മതങ്ങളിൽ അവരുടെ ശറഅകളിൽ പല സുജൂദുകൾ ഉണ്ടായിരുന്നു. തഹിയ്യത്തിന്റെ സുജൂദുണ്ട്,
ആദരവിന്റെ സുജൂദുണ്ട്. ഇതൊക്കെ മുൻകാലങ്ങളിൽ അനുവദിച്ചിരുന്നു. പക്ഷേ എൻ്റെ സമൂഹത്തിൽ ഒരു സുജൂദും ആർക്കും ചെയ്യാൻ പാടില്ല. ഇനി ആരുടെയെങ്കിലും മുമ്പിൽ ആരോടെങ്കിലും ഞാൻ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ വീട്ടിലെ സ്ത്രീകളോട് തൻ്റെ ഭർത്താക്കന്മാരുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. അത്രത്തോളം ഇടപാടുകളും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് ഭർത്താവിനോട് ഭാര്യയ്ക്ക്, തിരിച്ചങ്ങോട്ടുമുണ്ട്. വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, പരസ്പരം നല്ല രൂപത്തിൽ ഇടപഴകണം. യുവാക്കളോട് പ്രത്യേകം പറയാണ്, ആവേശത്തിന്റെ പേരിൽ എടുത്തു ചാടി ഒരിക്കലും ബന്ധത്തെ മുറിച്ച് കളയാൻ പാടില്ല. മക്കൾ അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുടുംബം, ഉപ്പയൊത്ത കുടുംബങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പല ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ ഉമ്മാന്റെ കുടുംബക്കാരാരാണ്, ഉപ്പാന്റെ കുടുംബക്കാരാരാണ്, ഭാര്യയുടെ കുടുംബക്കാരാരാണ്, അറിഞ്ഞൂടാ പല ആളുകൾക്കും. ഇതൊക്കെ ഞാൻ പരിണന്തെന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, യുവാക്കളെ, സഹോദരിമാരെ, ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായി കൊണ്ടുപോകേണ്ടത് നമ്മളെ പോലെയുള്ള ആളുകളാണ്. ഞാൻ ചുരുക്കുമ്പോൾ ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്ന് ഞാൻ മിമ്പറിൽ കയറുമ്പോൾ നാട്ടിൽ നിന്നൊരു വാർത്ത, എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലെ ഒരു വ്യക്തി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടാണ് മിമ്പറിൽ കയറിയിട്ടുള്ളത്. ഓരോ ദിവസവും നമ്മുടെ പരിചയത്തിലുള്ള ആളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രായഭേദമന്യേ ഈ യാഥാർത്ഥ്യം നമ്മളിലേക്ക് വരുന്നതിന്റെ മുന്നേ ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഖുർആന്റെ പ്രയോഗം എന്താ അറിയുന്നത്? കെട്ടി ഉയർത്തപ്പെട്ട ചെങ്കൽ കോട്ടകൾക്കുള്ളിലാണ് നിങ്ങൾ ചെന്നൊളിക്കേണ്ടതെങ്കിലും ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുമെന്നാണ്. അതിൽ നിന്ന് ഓടി ഒളിക്കാൻ നമുക്ക് പറ്റൂല. ഒറ്റ കാര്യമുള്ള മരണത്തിന് രക്ഷപ്പെടാൻ, ജനിക്കാതിരിക്കുക എന്നുള്ളത് മാത്രം. അത് നമ്മൾ സംഭവിച്ചു പോയി. ഖുർആന്റെ എത്ര സ്ഥലങ്ങളിൽ അറിയില്ല. ഒരു പ്രയോഗം എന്താ നിങ്ങള്? ഒരു പ്രയോഗം എങ്ങനെയാണ്? വജാഅത് സക്കറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. സക്കറാത്ത് എന്നുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. ആ സക്കറാത്ത് എന്ന് പറയുന്ന യാഥാർത്ഥ്യം കൊണ്ട് മരണം നിങ്ങളെ സമീപിക്കും. വജാഅത്ത് സക്കറത്തുൽ മൗത് ബിൽ ഹഖ്, യാഥാർത്ഥ്യം കൊണ്ട് സമീപിക്കും. എന്താണ് ആ യാഥാർത്ഥ്യം? മരണമാണ്. സക്കറാത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്തുള്ള വാക്കുകൾ പറയണേ, മരണസമയത്തുള്ള കൂട്ടിപ്പിടുത്താണത്. മരണസമയത്ത് കാലുകൾ ഇങ്ങനെ വേദന കൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കും, അല്ലേ? അതുപോലെ തന്നെ ചിലരെങ്കിലും അതിൻ്റെ വേദന സഹിക്കവയ്യാതെ വിസർജിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യും. ഒന്ന് ഫ്രഷായിട്ട് പോകാന്ന് വിചാരിച്ചിട്ടല്ല, സഹിക്കവയ്യാത്ത വേദന. ഖുർആൻ അതിനെ വരച്ചു കാട്ടിയത് എങ്ങനെയാണ്? കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. നിങ്ങൾ ഖുർആന്റെ പ്രയോഗം കല്ലാ ഇദാ ബലഗതി തറാഖി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്നാണ്. വഖീല മൻ റാഖ്, എന്നെ മന്ത്രിക്കാൻ ആരുണ്ട്, എനിക്ക് ഉപദേശങ്ങൾ തരാൻ ആരുണ്ട് എന്ന് മനുഷ്യരൊക്കെ ആഗ്രഹിച്ചു പോകുന്ന സമയം. വളന്ന അന്നഹുൽ ഫിറാഖ്, അപ്പോൾ ഒരു ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ വേർപാടാണെന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. വൽതഫത്തി സാഖു ബിസ്സാഖ്, കണങ്കാലുകൾ, മനുഷ്യ ശരീരത്തിലെ ഏറിയ ഭാരങ്ങളും വഹിച്ചു നടക്കുന്ന നമ്മുടെ ബലവത്തായ കാലുകളുണ്ടല്ലോ, ആ കാലുകൾ ഇങ്ങനെ കൂട്ടിപ്പിണയുമെന്ന് ഖുർആൻ പറയാൻ. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, റബ്ബിലേക്ക് അവൻ മടങ്ങുകയാണ് എന്ന് അവൻ മനസ്സിലാക്കുന്ന സമയം. അന്നൊന്ന് തിരിച്ചു തരുമോ, എന്നൊന്ന് തിരിച്ചു വിടുമോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് നന്നാകാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ. അൽഹംദുലില്ലാഹ്, ഒരുപാട് യുവാക്കളിൽ നിന്ന് പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. നമ്മുടെ ആദർശ കൂട്ടായ്മയുടെ മുമ്പിലുള്ള പല ആളുകളും നോക്കൂ നിങ്ങൾ, വലിയ വലിയ തിന്മകളൊക്കെ വാഴുന്ന ക്യാമ്പസുകളിൽ പഠിച്ചിരുന്ന യുവാക്കളായിരുന്നു. അൽഹംദുലില്ലാഹ്, ഡോക്ടറേറ്റ് നേടി, എഞ്ചിനീയറിംഗ് നേടി, വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടി. അവരൊക്കെ ഈ ദുനിയാവിന്റെ ചെറിയ മധുരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നു നീങ്ങിയ എത്രയോ യുവാക്കളുണ്ട് സഹോദരങ്ങളെ, എത്രയോ യുവാക്കളുണ്ട്. നമുക്കറിയോ, കൊടുങ്കാട്ടിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, ഞാൻ ചുരുക്കുകയാണ്, അയാളൊരു പേടിത്തൊണ്ടനായ മനുഷ്യനാണ്, കൊടുങ്കാടാണ്. കാടിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം എങ്ങോട്ട് നടന്നാലും കാടിന്റെ വിദൂരതകളിലേക്കല്ലാതെ എത്തിപ്പെടുന്നേയില്ല, പുറത്ത് കടക്കാനേ കഴിയുന്നില്ല. പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന സംഭവം ഞാനീ പറയണം, എൻ്റെ സങ്കല്പത്തിൽ ഉണ്ടാക്കിയെടുത്തതല്ല. അദ്ദേഹം ഇങ്ങനെ പോണ വഴിക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മുമ്പിലേക്ക് ചാടി വീണ ഒരു സിംഹത്തെ കാണുകയാണ്. ആ സിംഹത്തെ കണ്ടപ്പോൾ തിരിഞ്ഞോടി. ഓട്ടത്തിനിടയിൽ അദ്ദേഹം തട്ടിത്തടഞ്ഞ് ഉരുണ്ട് ഒരു വലിയ കിണറ്റിലേക്ക് വീണതാണ്. ആ കിണറ്റിലേക്ക് വീഴുന്ന സമയത്ത് അദ്ദേഹം ആ കിണറിലൂടെ താഴ്ന്നു കിടക്കുന്ന കാട്ടുവള്ളികൾ ഉണ്ടായിരുന്നു. ആ കാട്ടുവള്ളിയിൽ ഒന്ന് പെട്ടെന്ന് അമർത്തി പിടിച്ചപ്പോൾ പെട്ടെന്ന് സ്റ്റക്കായി
അദ്ദേഹം താഴേക്ക് വീണതുമില്ല, മുകളിൽ നിന്ന് വീഴുകയും ചെയ്തു. കിണറിന്റെ ഒത്ത നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പേടിത്തൊണ്ടനായ മനുഷ്യൻ താഴേക്ക് നോക്കിയപ്പോ, കിതച്ചുകൊണ്ട് താഴേക്ക് നോക്കിയപ്പോ കാണാൻ കഴിഞ്ഞത് ആ കിണറിൽ വെള്ളമല്ല, തന്നെ കൊത്തിപ്പറിക്കാനും കൊത്തിയാൽ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന കറുത്ത കാളസർപ്പങ്ങളാണ്, വിഷജീവികളാണ് അതിന്റെ താഴെയുള്ളത്. മുകളിലേക്ക് നോക്കിയാൽ അദ്ദേഹത്തെ കടിച്ചു കീറാൻ കാത്തു നിൽക്കുന്ന ദ്രംഷ്ടകൾ കാട്ടി നിൽക്കുന്ന സിംഹവും. യുവാക്കളെ, യുവതികളെ പ്രത്യേകം ശ്രദ്ധിച്ചോളി, നമുക്കുള്ളതാണ്, പ്രത്യേകിച്ച് നമുക്കുള്ളതാണ്. അയാള് ആ വള്ളിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സമയത്ത് മുകളിലേക്ക് കയറി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ നടക്കൂല. കാരണം അവിടെ മറ്റാള് കാത്തിരിപ്പുണ്ട്. താഴേക്ക് ഇറങ്ങി ഒന്ന് റെസ്റ്റ് എടുക്കാം, അതും നടക്കൂല. എന്നാ ഈ വള്ളിമങ്ങനെ തൂങ്ങിപ്പിടിച്ച് നിൽക്കാം, അതും നടക്കൂല. കാരണം എന്താ? അദ്ദേഹം തൂങ്ങിയ വള്ളി മുകളിൽ നിന്ന് 2 കറുത്ത വെളുത്ത എലികൾ കാർന്ന് മുറിക്കാൻ തുടങ്ങിയെന്നാണ്. ഈ മനുഷ്യന്റെ സിറ്റുവേഷൻ എന്താണ്? ഈ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? ഈ മനുഷ്യന്റെ അവസ്ഥ എത്രത്തോളം ഭീകരമാണോ അതുപോലെയാണ് അത്ര ദുനിയാവിന്റെ മുകളിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്ന അവസ്ഥ. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, ആ വള്ളിയിൽ തൂങ്ങി നിൽക്കുന്ന മനുഷ്യണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് എത്രയോ മുകളിലൂടെ പോകുന്ന മരക്കൊമ്പിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന തേനീച്ചടയിൽ നിന്നൊരു തുള്ളി തേൻ ഇദ്ദേഹത്തിന്റെ ചുണ്ടിലേക്ക് ഒറ്റ വീണപ്പോ ആ തുള്ളി മധുരത്തിൽ അദ്ദേഹം എല്ലാം മറന്നു എന്നാണ്. ഞാൻ കാട്ടിലാണ്, ഞാൻ കിണറ്റിലാണ്, ഞാൻ വള്ളിയിലാണ്, താഴെ ഇറങ്ങിയാൽ പ്രശ്നമാണ്, മുകളിൽ കയറിയാൽ പ്രശ്നമാണ്, തൂങ്ങിയ വള്ളിയാണെങ്കിൽ ഇതാ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതൊക്കെ മറന്ന് ആ തുള്ളി മധുരത്തിൽ മറന്നുപോയ മനുഷ്യന്റെ ഉപമയാണത്രേ പരലോകത്ത് മറന്നുകൊണ്ട് പട്ടത്തിന്റെ നൂല് പൊട്ടിയതുപോലെ ജീവിക്കുന്നവരുടെ ഉപമ. മാറണം നമുക്ക്. ഇതിനൊരു ലഹരിയുണ്ട് അല്ലേ? ലോകത്ത് ഫുട്ബോൾ കൊണ്ട് മാന്ത്രികം കാണിക്കുന്ന ഫുട്ബോൾ കളിക്കാരുടെ കളിയാവേശം കണ്ട് ലഹരി കയറുന്നതിനേക്കാൾ വലിയ ലഹരി മതത്തിന്റെ വിഷയത്തിലുണ്ട്. സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോഴുണ്ട്, പായ വിരിച്ച് തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ദഅവത്തിനിറങ്ങുമ്പോഴുണ്ട്. പക്ഷെ അതിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള തൗഫീക്ക് വേണം അല്ലേ? ഇന്ന് നിന്റെ ടീം തോറ്റാലേ അപ്പുറത്ത് കളിയാക്കാൻ മറു ടീം ഉണ്ടാവും. പക്ഷേ ഈ രംഗത്തേക്ക് നീ വന്നാൽ നിന്റെ ഡ്രസ്സിനെ കളിയാക്കാൻ ഉണ്ടാവും, നിന്റെ മുഖത്ത് മുളച്ച താടിയെ കളിയാക്കാനുണ്ടാവും, നീ നിന്റെ മുഖത്ത് വെട്ടിച്ചെറുതാക്കിയ മീശയെ കളിയാക്കാൻ ആളുണ്ടാവും, നെറ്റിയിലുള്ള നിസ്കാരത്തഴമ്പിനെ കളിയാക്കാൻ ആളുണ്ടാവും. പക്ഷെ തകരാത്തൊരു നെഞ്ചകം അള്ളാഹ് നിനക്ക് തരും, സന്തോഷത്തോടെയുള്ളൊരു മരണം തരും. ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരായത്താണ്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന, സമാധാനമടഞ്ഞ ആത്മാവേ പോന്നോളൂ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ എപ്പോഴാണോ ആ യാഥാർത്ഥ്യം നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ തിരിച്ചു പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ പരിഭാവനമായ മിമ്പറിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു അത്തരം ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവരികളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനുഷികമായി ഈ പുരുഷായുസിനിടയിൽ നമ്മളിലൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ പാപക്കറകൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ ഇബാദത്തിന്റെ അനുഗ്രഹീതമായ സദസ്സ് പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ ഗഫാറായ റബ്ബ് നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം എന്നോട് ഏൽപ്പിച്ച ആളുകളുടെ പ്രത്യേകം ഓർമ്മ വരുന്നില്ല, പല ആളുകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഏറ്റവും വലിയ പ്രയാസപ്പെട്ട രോഗവുമായി കഴിയുന്ന ആളുകളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാമാണ് നമ്മുടെ സമൂഹത്തിൽ രോഗികളായി കിടക്കുന്നത്, ശാരീരികമായി അവശതകൾ അനുഭവിക്കുന്നത്, അള്ളാഹു അവർക്കെല്ലാം അവൻ്റെ മഹത്തായ ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തിൻ്റെ സ്ഥിതിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു മരണം വരെ ആഫിയത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ രോഗങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്നും, പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദാരിദ്ര്യങ്ങളിൽ നിന്നും ഒക്കെ റബ്ബ് നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് സമയത്ത് റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും അവരിലേക്ക് തിരിച്ചു വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗത്തിലും അക്കാദും കണ്ടു മരിക്കുന്ന മഹാവിജയികളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സാമ്പത്തികമായ കടക്കണിയിലകപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട കുറേ ആളുകൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിമാർഗങ്ങൾ അല്ലാഹു അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇടകളിൽ നിന്നും മക്കളിൽ നിന്നും അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, വിശ്വാസികൾ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ പലരുമുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ.